ഹലോ പ്ലസ് ടു സ്റ്റുഡൻസ്. സോ ഈ വർഷം നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലെ എക്സാം ക്ലിയർ ചെയ്ത് 12th നിങ്ങൾ കയറിയിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് എല്ലാ സബ്ജക്ട്സിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സും, അതായത് ഇപ്പൊ ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ഓരോ സബ്ജക്ട്സും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 11th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു തിയറി പേപ്പർ ആണ് അല്ലെ. 12th സ്റ്റാൻഡേർഡിലോട്ട് വരുമ്പോൾ കുറച്ച് ന്യൂമറിക്കൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഉണ്ട്, അതായത് പ്രോബ്ലംസ്, ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മെയിൻ പാർട്ട് അല്ലെങ്കിൽ ഒരു 80-85-90% തിയറി കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം തിയറി വായിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കി അത് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വെറുതെ നമ്മൾ ചുമ്മാ ഒരു ടെക്സ്റ്റ് എടുക്കുന്നു, തിയറി വായിക്കുന്നു, ഓക്കെ അത് വിടുന്നു, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതായത് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചതായിട്ട് പോലും നമുക്കൊരു ഓർമ്മ വരില്ല അല്ലെ. ഇതൊക്കെ എപ്പോൾ പഠിച്ചു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം വി ഹാവ് 12 ചാപ്റ്റേഴ്സ് ഫോർ ബിസിനസ് സ്റ്റഡീസ്. അപ്പൊ ഈ 12 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചാപ്റ്റേഴ്സ് അല്ല, ആകെ 2 ചാപ്റ്റേഴ്സ് ആണ് അതിന്റെ അകത്ത് ബിസിനസ് സ്റ്റഡീസിന്റെ അകത്ത് നമുക്ക് ചെറുത് എന്ന് പറയാനായിട്ടുള്ളത്. എന്നാലും അതിന്റെ അകത്ത് കോൺസെപ്റ്റ് വളരെ ഇൻഡെപ്ത് ആയിട്ടുണ്ട്. പക്ഷെ മാർക്ക് വെയിറ്റേജിന്റെ ബേസിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് ഈ 4 മാർക്ക് വെയിറ്റേജിൽ വരുന്നത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് കുറച്ചധികം കോൺസെപ്റ്റ്സ് പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലേണിംഗ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ബേസ് കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ലേൺ ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി, അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗോളിലേക്ക് നമുക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം. പക്ഷെ എന്നാലും 12th കയറുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, അതായത് ഇനി എക്സാം അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഒന്ന് പഠിക്കാം, ഇപ്പൊ ക്ലാസ്സിൽ പോകുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോട്ടെ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അതങ്ങനല്ല. നിങ്ങൾ റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ലേണിംഗ് പ്രോസസ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നിങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സ് പറയും ഓക്കെ എനിക്കിത് അറിയാം, ഞാൻ പഠിച്ചതാണ് എന്നുള്ളൊരു ഓർമ്മ അവിടെ എവിടെയെങ്കിലും കാണും. പക്ഷെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പിന്നെ എപ്പോഴെങ്കിലും ആലോചിച്ചാൽ എന്തായിരുന്നു എന്നുള്ള ഒരു സംശയം അവിടെ കിടക്കും. അപ്പൊ ഒരിക്കലും ഒരു ഡൗട്ട് വരുന്ന രീതിയിലല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഏത് സമയത്ത് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ആലോചിച്ചാലും നമുക്ക് ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം അല്ലെ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു, സെക്കൻഡ് പാർട്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചത് പോലും ഓർമ്മ കാണില്ല. കാരണം നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് പാർട്ടിലോട്ട് പോയി ഇതിന്റെ ഇടയിൽ റിവിഷനോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. ഇവിടെയാണ് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി മാറ്റി വെക്കുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാം ഒറ്റയടിക്കുന്ന പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒത്തിരി ഉള്ള പോലെ തോന്നുന്നത്. ഈ സമയത്ത് നിങ്ങൾ സ്കൂളിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് ടൈം ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, ഒരു റോഡ് മാപ്പ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാർട്ടിംഗ് സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കാര്യം ഓരോ ദിവസവും നിങ്ങൾ റിവിഷന് വേണ്ടി നിങ്ങൾ ടൈം മാറ്റി വെക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യുവർ എക്സാം. ഓക്കെ, അപ്പം എക്സാമിന് യൂസ്ഫുൾ ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ റിവൈസ് ചെയ്ത ആ ഒരു കോൺസെപ്റ്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പുതിയത് പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ മൂന്നാമത്തെ സ്റ്റെപ്പായ ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സാം ഹാളിൽ കറക്റ്റ് സമയത്ത്, അതായത് എത്ര മണിക്കൂറാണോ എക്സാം ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഞങ്ങൾക്ക് എഴുതി തീർക്കാനുള്ള സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു വന്നപ്പോൾ ബിസിനസ് സ്റ്റഡീസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഇസ് വെരി ലെങ്തി. ഭയങ്കര 1 മാർക്കിന്റെ ഒക്കെ ആണെങ്കിലും ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം വായിച്ച് അതിന്റെ അകത്തുനിന്ന് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ കാരണം വായിച്ചാലും മനസ്സിലാവാത്ത അവസ്ഥ വരും. അപ്പൊ നമ്മൾ പിന്നെയും ഇരുന്ന് വായിക്കും, അത്രയും സമയം പോവാണ് അല്ലെ. അവിടെയാണ് ഈ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അതായത് പ്രാക്ടീസ്. ഓക്കെ, അപ്പം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ്. അതെല്ലാ കാര്യത്തിലും, നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇസ് ദ കീ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നിങ്ങൾ ഈ റിവൈസ് ചെയ്താലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാലും
പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ഗോളിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നു, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എടുക്കുന്നു, അത് നിങ്ങൾ പഠിക്കുന്നു. ഓക്കെ, നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പോയിന്റ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ വീണ്ടും എക്സ്ട്രാ ടൈം എടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയാലും ഫസ്റ്റ് ചാപ്റ്റർ ഇടയ്ക്ക് നിന്ന് എടുത്ത് നോക്കുക. അത് ഫുള്ള് ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്, പഠിച്ചു പോയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, അല്ലാതെ സമയം എടുത്ത് പഠിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക. അപ്പൊ അവിടെ ഒരു റിവിഷൻ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും PYQs ഇല്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് എഴുതാൻ പറ്റുമോ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനുള്ള ലെവലിലേക്ക് ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചോ എന്നിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതിപ്പം മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്, പക്ഷേ ഇതെല്ലാവരും എക്സാം ടൈം ആകുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അതെല്ലാവരും പറയുന്നത് ഞങ്ങൾ PYQs നോക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും എക്സാം ടൈമിൽ ആ ഒരു പ്രഷർ വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് ഡെലിവർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നാറുള്ളൂ. അത് വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ഇത് ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്, നിങ്ങൾ ആദ്യം തൊട്ടേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എക്സാം ടൈമിൽ ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കറക്റ്റ് 3 hours എടുത്ത് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എഴുതി നോക്കാനും വേണ്ടി ഒക്കെ സമയം കിട്ടും. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു സമയം അത്രയും കുറവ് മതിയായിരിക്കും. നിങ്ങൾക്ക് റിവിഷൻ കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടും. ഓക്കെ, അപ്പൊ അതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം തൊട്ടേ ചെയ്താലേ ഈ അവസാനത്തെ ആ ഗോളിലേക്ക് എത്തുന്ന ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു കാര്യം അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അത് എപ്പോഴും എല്ലായിടത്തും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും PYQs ഇതുവരെ നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം ആ ഒരു പേപ്പർ സോൾവിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലെവൽ എങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്താണ് അതിന്റെ ആൻസർ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എഴുതാൻ പറ്റുന്നുണ്ടോ, എന്തുമാത്രം സ്പീഡിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു എന്ന കാര്യം നല്ല കോൺസെപ്റ്റ്സ് അറിയാവുന്ന ഒരാൾക്ക് സ്പീഡിൽ തന്നെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ 3 സ്റ്റെപ്പ് കാണുമ്പോൾ വളരെ ചെറിയ 3 സ്റ്റെപ്സ് ആണ് അല്ലെ, ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, റിവൈസ്, പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പഠിക്കുന്ന ടൈമിൽ, എക്സാം ടൈമിലല്ല, ഇപ്പൊ പഠിച്ചു വരുന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ യു വിൽ മേക്ക് ഇറ്റ് ടു എ പെർഫെക്റ്റ് ഗോൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ A1 എല്ലാ സബ്ജക്ട്സിനും A1 നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിപ്പോ ബിസിനസ് സ്റ്റഡീസിന്റെ ബേസിൽ ഇപ്പൊ തിയറി ഒക്കെ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ വായിച്ചു നോക്കണം എന്ന് പറയുന്നത്. ഇതിപ്പം അക്കൗണ്ടൻസി അല്ലെങ്കിൽ വേറെ പ്രോബ്ലം പേപ്പർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് സോൾവ് ചെയ്ത് വേണം നോക്കാൻ. ഓക്കെ, കൂടുതലും കാര്യങ്ങളും സോൾവ് ചെയ്ത് എഴുതി പഠിച്ചാലേ ആ ഒരു സ്പീഡ് വരുള്ളൂ. ഓക്കെ, അപ്പം ഇത് എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതിന് ഡു ഫോളോ ദിസ് പേജ്, ഈ ഒരു പേജിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ 12th ജേർണിയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. One Team is School അറിയാത്ത സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത്തവണത്തെ നിങ്ങളുടെ മെയിൻ ബോർഡ്സ് നമ്മുടെ കൂടെ ഒന്നിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് കോൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.